ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് നാടൻ. എൻ്റെ ചാനലിൻ്റെ പേര് എക്സ് സുരേഷ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പപ്പ മരത്തില് പപ്പയ്ക്കെല്ലാം വന്നു പിടിക്കപ്പോൾ അതിൻ്റെ ഇല ചുരുട്ടി ഇലകളെല്ലാം എന്തോന്ന് തിന്നുന്ന കണക്ക് ലക്ഷണങ്ങൾ കാണും. നിങ്ങൾ നല്ലതുപോലെ അതിൻ്റെ പപ്പായ മരത്തിൻ്റെ തണ്ടിൽ, അതായത് ആ മരം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുരുകുരോ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് മുഞ്ഞയാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നേരെ ഇവിടെയാണ് വരും. ഇത് കണ്ടോ, നമ്മളെ പപ്പയില ഇതേപോലെ ചുരുണ്ടിരിക്കും. ചുരുണ്ടും തിന്ന് വെട്ടിയതാണൊക്കെ തിരിച്ച്. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പപ്പങ്ങ വന്നിട്ടുണ്ട്. ഇതിൽ തണ്ടിൽ ഞാൻ കാണിച്ചു തരാം മുഞ്ഞ ബാധിച്ചത്. തണ്ടിലെല്ലാം മരത്തിൽ തന്നെ കണ്ടോ, കാണാമെന്ന് തോന്നുന്നു. കണ്ടില്ലേ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇത് പപ്പയുടെ കായലും പിടിക്കും. പിന്നെ ഇതിപ്പോ ആരംഭമാണ്. കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾ വേരോട് കൂടി തന്നെ ഇത് വലിച്ചപ്പൊഴുത്ത് കളഞ്ഞ് തീയിട്ട് നശിപ്പിക്കണം. വലിച്ചപ്പൊഴുത്തിട്ട് തെങ്ങിനോട്ടിലൊന്നും ഇടരുത്. ഇത് നല്ലപോലെ തീയിട്ട് തന്നെ ഇതിനെ നശിപ്പിക്കണം. അല്ലെങ്കിൽ അടുത്ത വേറെ ഏതെങ്കിലും ചെടികളിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇവിടെ ബിവേറിയാണ് ഇതിന് സ്പ്രേ ചെയ്യാൻ പോകുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം പൗഡറാണ് എൻ്റെ. അപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ 5 ml മതി കേട്ടോ. ഇന്ന് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ ശേഷം വേപ്പെണ്ണ 1 ലിറ്ററിന് 5 ml എൻ്റെ ആവശ്യമേ കേട്ടോ. തിളക്കാനായിട്ട് ഞങ്ങളുടെ 1 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. 1 ലിറ്റർ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിന് ഇതാണ് ബിവേറിയ. ഇത് ബിവേറിയ പൗഡറാണ്. അപ്പോൾ അതിൽ നിന്ന് 5 ഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. 5 ഗ്രാം മാത്രം നമ്മൾ വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളമാണ് അതിലിട്ട് കൊടുക്കുക. നമുക്ക് നല്ലതുപോലെ ഇത് അടിച്ച് മിക്സ് ചെയ്യുക. രണ്ടു പ്രാവശ്യം ഇതുപോലെ ആക്കിയാൽ മതി. രണ്ട് പ്രാവശ്യം കൂടെ അടിച്ച ശേഷം അരിച്ച് നമുക്ക് സ്പ്രേയിൽ ഒഴിക്കാം. എല്ലാം മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്പ്രേയിൽ ഒഴിച്ചു കൊടുക്കാം. ഇലകളിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്യണം. എവിടെയാണ് മുഞ്ഞ പറ്റിയിരിക്കുന്നത്. അപ്പൊ തണ്ടിലും നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിവശത്തും നല്ലപോലെ നിങ്ങൾ സ്പ്രേ ചെയ്യുക. ഇതിന്റെ ഇലയുടെ അടിവശത്തുമാണ് കൂടുതലായിട്ട് മുഞ്ഞ വന്ന് പറ്റിപ്പിടിച്ചിരിക്കും. ഇത് ഒരു വെള്ള പൂപ്പൽ പിടിച്ച കണക്ക് തോന്നും കേട്ടോ. ഇത് ഒരുതരം വൈറസാണ് യഥാർത്ഥത്തിൽ. അപ്പോഴ് നമ്മൾ ഇതേപോലെ നല്ലപോലെ സ്പ്രേ ചെയ്ത് ഒരാഴ്ച ബിവേറിയയും അടുത്ത ആഴ്ച വന്നിട്ട് വേപ്പെണ്ണ മിശ്രിതം, അതായത് വേപ്പെണ്ണ 1 ലിറ്ററിന് 5 ml വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക.
അതിനെ ഒരു 2-3 പ്രാവശ്യം ആവുമ്പം ഈ മുഞ്ഞെല്ലാം ഇവിടെ നിന്ന് പോവും, അതായത് ചത്ത് പോവും. അപ്പൊ നമ്മള് വീണ്ടും നല്ല ഇല വരപ്പോഴേക്കും പുതിയ ഇലകൾ വരുന്നത് നല്ലതാണെന്ന് നോക്കിക്കോളും. പുതിയ ഇല നല്ലത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പപ്പായ ഈ മുഞ്ഞയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ നല്ല കാഫലവും കായും ഇത് അല്ലെങ്കിൽ നിങ്ങൾ പപ്പയ്ക്കയില നോക്കിയാൽ പപ്പയ്ക്കയിലും തന്നെ ഒരു പിന്നെ പൂപ്പൽ പിടിച്ച കണക്ക് തോന്നും. അതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇതിന്റെ അടിവശങ്ങൾ ഇല ചുരുളുക, ഇല വല്ല തിന്ന കണക്ക് പോവുക, ഇല ചെറുതാവുക. മറ്റുള്ള ഇല ആരോഗ്യമുള്ള ഇല കണക്കല്ല, ഇത് ഇല വന്നിട്ട് ചെറുതാവും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അതുകൊണ്ട് എല്ലാവരും അടിച്ചു നോക്കുക. ഞാൻ പറയാതെ തന്നെ അറിയാം നിങ്ങൾക്കെല്ലാം പപ്പങ്ങയില എന്തെല്ലാം പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ്. വിഷമില്ലാത്ത ഒരു പപ്പങ്ങ വീട്ടിലുണ്ടെങ്കിൽ പല രീതിയിലുള്ള പപ്പങ്ങ അച്ചാറിടാം, തോരൻ വയ്ക്കാം, ഈവൻ വന്നിട്ട് സാമ്പാറിൽ വരെ ഇപ്പം പപ്പങ്ങ യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല ഒരു വിഷമില്ലാത്ത പപ്പങ്ങയൊക്കെ പറിക്കാൻ ഈ രീതിയിൽ നമ്മളെ പപ്പ മരത്തിലെ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കടിച്ച് അതിനെ ആരോഗ്യമുള്ളൊരു പപ്പമരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ പപ്പായ മരം കണ്ടോ, പപ്പായ മരത്തിൻ്റെ ഇലകളെല്ലാം ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ചുരുണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചുരുണ്ട് ഇത് എന്ന് പറയുന്നത് ഒരു മുഞ്ഞയാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഈ മുഞ്ഞ ഇതിൽ പിടിച്ചിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം ഇതേപോലെ ചുരുട്ടും. കണ്ടോ, ഈ രീതിയിൽ വരും. ഇതേപോലെ ആൾറെഡി പപ്പായ വന്നിട്ടുണ്ട്, അപ്പോഴാണ് ഈ രോഗം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഞാൻ ഇപ്പം വിവേറിയാണ് അടിച്ചത്. അടുത്ത ആഴ്ച നിങ്ങൾ ഒരു 1 ലിറ്റർ വെള്ളത്തിൽ 5-10 ml അത്രേ അതിൻ്റെ ആവശ്യമേ വരുള്ളൂ. 1 ലിറ്റർ വെള്ളത്തിന് അത്രേ ആവശ്യം വരുള്ളൂ. വേപ്പെണ്ണ ഒഴിച്ച് നല്ലതുപോലെ കുലുക്കി മിക്സ് ചെയ്ത ശേഷം ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ചൂട്ടിലും ഒഴിച്ചു കൊടുക്കാം. ബിവേറിയൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരു 2-3 പ്രാവശ്യം ആവുമ്പോൾ നല്ല ഇലകൾ വന്നു തുടങ്ങും. എല്ലാവരുടെ വീട്ടിലും ഒരു പപ്പായെങ്കിലും കാണും. അപ്പം ഇതേപോലെ ഇല ചുരുട്ടി, ഇത് മുഞ്ഞയാണ് ഞാൻ കാണിച്ചതിൽ, ആ മുഞ്ഞയാണ് ഇതിനെ ആക്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിൽ ആരംഭത്തിൽ ചെയ്ത് കൊടുക്കുക. ഇത് കൂടുതലും മൂർധന്യ അവസ്ഥയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ വേരോടുകൂടി ഉഴുത് തീയിട്ട് നശിപ്പിക്കാനേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത ചെടിയിലത്തേക്ക് ഇത് ഈ മുഞ്ഞ ബാധിക്കും. അപ്പം മുഞ്ഞകളെ ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പപ്പായ എടുക്കാൻ പറ്റണമെങ്കിൽ ഈ രീതിയിലുള്ള കീടങ്ങളൊക്കെ ബാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പം പപ്പായ മരത്തിൽ മുഞ്ഞ ബാധിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്ത ആളെന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.